നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ലിവറിൻ്റെ ഫാറ്റി ലിവർ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ എന്തൊക്കെ സ്കാനുകളും ബ്ലഡ് ടെസ്റ്റുകളും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെയ്ത് നോക്കിയാൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും ബാക്കി ഫാറ്റി ലിവറിൻ്റെ ടെസ്റ്റുകൾ നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ള ആൾക്കാർ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ലിവറിൻ്റെ എൻസൈംസ് ആയ SGPT SGOT നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് അതിലെ ലിവറിൻ്റെ എൻസൈംസ് ആണ്. അത് നമുക്ക് അതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. മോർ സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു SGPT ഒക്കെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ GGT എന്ന് പറയുന്നത് എന്തെങ്കിലും ലിവറിൻ്റെ ഒരു ഫാറ്റി ലിവർ കണ്ടീഷനിലൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്ന ഒരു വാല്യൂ ആണ് GGT. പ്രത്യേകിച്ച് നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ GGT നോക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടും ഫാറ്റി ലിവർ കണ്ടീഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ഇത്രയുമാണ്. അടുത്തത് സ്കാൻ. എല്ലാവർക്കും അറിയാം, USG അബ്ഡമൻ, അതായത് അൾട്രാസൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അബ്ഡമൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് ലിവറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ്. ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഫൈബ്രോ സ്കാൻ ഉണ്ട് ലിവറിൻ്റെത്. അത് ലിവറിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിവറിൻ്റെ ഓവറോൾ ഹെൽത്തിനെ നിങ്ങൾക്ക് മെഷർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഇതിൽ, അല്ലെങ്കിൽ അത് ആ സ്കാനിൽ അറിയും എന്നുള്ളതാണ്. അതുപോലെ ഈ ഫൈബ്രോ സ്കാൻ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നമുക്ക് ഫാറ്റ് ലിവർ ഒക്കെ നേരത്തെ കണ്ടുപിടിച്ചവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഫൈബ്രോ സ്കാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഡയബറ്റിസ് കൺട്രോളിൽ ഇല്ലാത്ത ആൾക്കാരും ഫൈബ്രോ സ്കാൻ ചെയ്ത് നോക്കണം. ഹൈ ട്രൈഗ്ലിസറൈഡ്സും ഹൈ ടോട്ടൽ കൊളസ്ട്രോളും എപ്പോഴും കൂടി കുറയാതെ നിൽക്കുന്ന ആൾക്കാരും നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഫൈബ്രോ സ്കാനും കൂടെ നോക്കിയാൽ യഥാർത്ഥത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ മെയിനായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മേൽപ്പറഞ്ഞ ടെസ്റ്റുകളെല്ലാം സ്ക്രീൻ ചെയ്തതിൻ്റെ യഥാർത്ഥ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി എടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.